ഇന്ന് നമ്മളിത് ആലിയ ഭട്ട് ഫേമസ് ആക്കിയിട്ടുള്ള കഫേ ലെറ്റോലെ മിൽക്ക് കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് റെഡി ആക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ബോളിന് മുകളിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതാ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിലൊന്നും ഒട്ടും വെള്ളത്തിന്റെ അംശം പാടില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ 2 മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി, നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളയും മഞ്ഞയും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ചെയ്യുന്നത്. ഇനി ആദ്യം നമുക്ക് മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. കുറച്ച് ടൈം കൂടുതൽ ആവുന്നേ ഉള്ളൂ, എന്നാലും നമുക്കത് ഇതുപോലെ തന്നെ നന്നായിട്ട് പതിഞ്ഞു കിട്ടും. അപ്പൊ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ 1-2 മിനിറ്റ് കൊണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും. വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് ആവും കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പതിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ടൈം പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മുട്ടയുടെ വെള്ള ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ടയിലെ മഞ്ഞയിലേക്ക് ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ ഒരു മണം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയുടെ പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയുടെ പൊടി 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മിൽക്ക് കേക്കിന് നമ്മൾ ആ ഒരു മിൽക്കിൽ അത്യാവശ്യം മധുരം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കേക്കിൽ ഓവറായിട്ട് മധുരം വേണ്ട കേട്ടോ. അങ്ങനെ ഓവറായിട്ട് മധുരം ഉണ്ടാവുമ്പോൾ നമുക്കതൊരു മടുപ്പ് വരും. അപ്പൊ മടുപ്പില്ലാതെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കേക്കിൽ കുറച്ച് മധുരം കുറച്ചാൽ മതി. അപ്പോഴേ ഉള്ളൂ ആ ഒരു നല്ല ടേസ്റ്റിൽ അത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ട് അതിതാ 1-2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയുടെ വെള്ള കുറച്ചിതാ ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറേശ്ശെ ഫ്ലോറും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ ഒരു 1/4 ഭാഗം ബീറ്റ് ചെയ്തെടുത്തതിൽ നിന്ന് ഒരു 1/4 ഭാഗം മാത്രമേ എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ആദ്യം. പിന്നെ നമുക്ക് ഫ്ലോറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ ഫ്ലോർ ഒരു 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലോർ ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചൊരു 1/4 ഭാഗം ആദ്യം മുട്ടയുടെ വെള്ളയിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സായി വന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നിപ്പിച്ചങ്ങ് യോജിപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് നേരെ ഇട്ട് കുത്തി ഇളക്കരുത് കേട്ടോ. അപ്പോൾ ഒരു മുട്ടയുടെ പതിഞ്ഞതൊക്കെ അങ്ങ് താന്നു പോകും. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഇത് ഏത് ടിന്നിലാണോ ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ അടിയിലും സൈഡിലൊക്കെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടിയിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഓവനില്ലാതെയൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കൺവെൻഷൻ ഓവനിൽ 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 180 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റ് ഒക്കെ മതി കേട്ടോ ഈ ഒരു കേക്ക് ബേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ ഓവൻ അനുസരിച്ചിട്ടും ടെമ്പറേച്ചറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് ഇപ്പോൾ ബേക്കായി വന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടിന്നിൽ നിന്ന് മാറ്റാം. ചൂടാറിയിട്ടുള്ള കേക്കിന് ഈ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 3 മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഈ കേക്കിൽ ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിലേക്കൊക്കെ മിൽക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിന്റെ മുകളിൽ ഇതാ കുറേശ്ശെ നമുക്ക് ഈ ഒരു മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് ഉള്ളിലേക്കൊന്ന് വലിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അബ്സോർബായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം.
കേക്കിനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് വിപ്പിഡ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. മുകൾ ഭാഗം ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുത്താൽ മതി. ഇനി ഈ ക്രീം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമ്മളിതാ ഇത് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു പാകത്തിലൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്രീം അധികം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് കൂടുതലായിട്ട് സെറ്റായി വന്നിട്ടില്ല. അപ്പോൾ കൂടുതൽ സമയം വെക്കാൻ സമയം ഉണ്ടെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ക്രീമൊക്കെ കേക്കൊക്കെ നമ്മൾ തണുപ്പിച്ചെടുത്തതായതുകൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു കഫേലറ്റോയിലെ മിൽക്ക് കേക്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് സ്ട്രോബെറിയും ബ്ലൂബെറിയും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറിയുടെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ബ്ലൂബെറി അത്ര ഫ്രഷ് ആയത് കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ബ്ലാക്ക് ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ആ ഒരു മിൽക്ക് ഉണ്ടല്ലോ, നമ്മൾ കേക്കിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മിൽക്ക് ഇതുപോലെ ഇങ്ങനെ ചുറ്റിലും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഓരോ പീസും കട്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിൽ ഇതുപോലെ മിൽക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് സെർവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഒരു മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് കഴിക്കുക. അതാണ് ഞാൻ കേക്കിൽ ഓവറായിട്ട് മധുരം വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ കേക്കിൽ ഓവറായിട്ട് മധുരം ഉണ്ടാകുമ്പോൾ ഈ ഒരു മിൽക്കിൽ മധുരം കൂടെ ആകുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും കേട്ടോ, കൂടുതൽ മധുരം കഴിക്കാത്തവർക്ക്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു മധുരത്തിൽ കേക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റിൽ ഈ ഒരു കേക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.